എല്ലാവർക്കും TKinter ട്യൂട്ടോറിയൽ പാർട്ട് 2 സ്വാഗതം. സോ കഴിഞ്ഞ വീഡിയോയിൽ നമുക്കങ്ങനെ ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ വിഡ്ജറ്റ്സ് എങ്ങനെ ആഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു. നമ്മളൊരു സിമ്പിൾ കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്തു. സോ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത വിഡ്ജറ്റുകളായ ലേബൽ, എൻട്രി, അതുപോലെ ബട്ടൺസ് തുടങ്ങിയ വിഡ്ജറ്റുകൾക്ക് നമുക്ക് എങ്ങനെ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാമെന്നാണ്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. സോ ഞാൻ ആദ്യമായി ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ L1 എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. സോ ലേബൽ. സോ നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ വിൻഡോ ഒബ്ജക്റ്റിലാണ്. സോ നമ്മളിവിടെ വിൻഡോ എന്ന് കൊടുക്കുന്നു. കോമ കൊടുത്ത ശേഷം നമ്മൾ ഇതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാം. ടെക്സ്റ്റ് നമ്മൾ പൈത്തോൺ എന്ന് കൊടുക്കുന്നു. ശേഷം നമുക്കത് പാക്ക് ചെയ്യാം. സോ നമ്മൾ L1.pack. സോ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നു. നമ്മളിത് ഓൾറെഡി പഠിച്ച കാര്യമാണ്. നമുക്കിവിടെ ഒരു ലേബൽ ലഭിക്കുന്നു. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഫോണ്ട് സൈസും അതുപോലെ അതിൻ്റെ ഫോണ്ട് സൈസും നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ അതിന് കൊടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ഏരിയൽ എന്ന് കൊടുക്കുന്നു. ഏരിയൽ സ്പേസ് കൊടുത്ത ശേഷം നമ്മൾ ഫോണ്ട് സൈസ് കൊടുക്കുന്നു. 20 കൊടുക്കുന്നു. സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഈ രീതിയിൽ നമ്മൾ കൊടുത്ത സൈസിനനുസരിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് നമുക്ക് ലഭിക്കുന്നു. സോ ഉദാഹരണമായി ഞാനിവിടെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഫോണ്ട് കൊടുത്തു കഴിഞ്ഞാൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റൈലിലുള്ള ഒരു ഫോണ്ട് നമുക്ക് ലഭിക്കുന്നു. സോ അതുപോലെ നമുക്കിവിടെ ടഹോമ കൊടുക്കാം. ടഹോമ സേവ് ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആ സ്റ്റൈലിലുള്ള ഫോണ്ട് നമുക്ക് ലഭിക്കുന്നു. സോ നമുക്കിനി ഇതിന് അണ്ടർലൈൻ കൊടുക്കണമെങ്കിൽ നമുക്കിതുപോലെ അണ്ടർലൈൻ എന്ന് കൊടുക്കുക. റൺ ചെയ്ത് കഴിഞ്ഞാൽ അണ്ടർലൈൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇതിന് അണ്ടർലൈൻ ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ഫോണ്ട് സൈസ് അതുപോലെ മറ്റു കാര്യങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഞാനിവിടെ ബോൾഡ് ചെയ്യണമെങ്കിൽ ബോൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ബോൾഡ് ആവുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ ബോൾഡ് ആവുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഫോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ അതിനുശേഷം നമുക്ക് തൽക്കാലം അണ്ടർലൈൻ ഒഴിവാക്കാം. കോമ കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ കളർ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ കളർ ചേഞ്ച് ചെയ്യുന്നതിന് FG എന്ന് പറയുന്ന ഓപ്ഷനാണ്, അഥവാ ഫോർഗ്രൗണ്ട് കളർ. അത് നമ്മളൊരു വൈറ്റ് കൊടുക്കുന്നു. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ BG എന്ന് പറയുന്ന ഓപ്ഷനാണ്. BG നമ്മളൊരു വയലറ്റ് കൊടുക്കുന്നു. വയലറ്റ്. റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുന്നു. ഫോണ്ട് കളർ നമുക്ക് ഒരു ഗ്രീൻ കൊടുക്കാം. ഗ്രീൻ. സോ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നു. ഓക്കെ. സോ ഇത്തരത്തിൽ ലഭിക്കുന്നു. സോ നമുക്ക് അടുത്തതായി നമുക്കിതിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ വിഡ്ത്ത്. ഇപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഫോണ്ട് സൈസിലെ ഒരു ക്യാരക്ടറാണ് നമ്മൾ 1 എന്ന് കൊടുത്താൽ നമുക്ക് ലഭിക്കുക. സോ ഉദാഹരണമായി ഞാൻ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 ക്യാരക്ടർ സൈസിൻ്റെ വിഡ്ത്ത് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഹൈറ്റ് കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ ഹൈറ്റ് നമുക്ക് ലൈനാണ് ലഭിക്കുന്നത്. സോ നമുക്ക് ഒരു 5 കൊടുത്തു കഴിഞ്ഞാൽ 5 ലൈൻസ് ഹൈറ്റ് ലഭിക്കും. സോ ഈ രീതിയിൽ നമുക്ക് 5 ലൈൻ ഹൈറ്റ് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് വിഡ്ത്ത് ഒന്ന് കൂട്ടി കൊടുക്കാം. വിഡ്ത്ത് ഒരു 20 കൊടുക്കാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ നമുക്ക് പാഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. പാഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷന് നമ്മുടെ ടെക്സ്റ്റ് ബോർഡറിൽ നിന്നും എത്ര ദൂരത്തിൽ സ്ഥിതി ചെയ്യണമെന്നാണ് നമ്മൾ പാഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിനുവേണ്ടി നമുക്ക് തൽക്കാലം ഈ ഹൈറ്റും വിഡ്ത്തും നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാം, കമൻറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ. സോ എന്നാൽ മാത്രമേ നമുക്കത് പ്രവർത്തിക്കുന്നത് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ കോമ കൊടുത്ത ശേഷം കോമ ആവശ്യമില്ല. കോമ നമുക്ക് മുകളിലെ ഓപ്ഷനിലുണ്ട്. സോ ഇപ്പോൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും ലഭിക്കുക. സോ നമുക്ക് ആദ്യമായി പാഡ് X ആണ്. സോ നമ്മൾ പാഡ് X എന്ന് പറയുന്ന ഓപ്ഷനാണ്. പാഡ് X നമ്മളൊരു 20 കൊടുക്കുന്നു. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് 20 പിക്സൽ ദൂരം ലഭിക്കുന്നു. അതുപോലെ ഞാനൊരു 50 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 50 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും 50 പിക്സൽ ദൂരം ലഭിക്കുന്നു. അതുപോലെ നമുക്ക് പാഡിംഗ് Y ആണെങ്കിൽ പാഡ് Y എന്ന് കൊടുക്കാം. പാഡ് Y ഈക്വൽ ടു നമ്മളൊരു 100 കൊടുക്കുന്നു. 100 കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ മുകളിൽ നിന്നും താഴെ നിന്നും നമുക്ക് 100 പിക്സൽ ദൂരം ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് പാഡിംഗ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ തൽക്കാലം പാഡിംഗ് ഞാനിവിടെ ഡിസേബിൾ ചെയ്യുന്നു. നമ്മുടെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് തന്നെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് വെക്കാം. ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്. ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നു. സോ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ആങ്കർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ നമുക്ക് ആങ്കർ എന്ന് പറയുന്ന ഓപ്ഷൻ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ആങ്കർ
ആങ്കർ എന്ന് നമ്മൾ പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നത് നമുക്ക് ഉദാഹരണമായി ഈ നമ്മുടെ ടെക്സ്റ്റ് ഏത് ഭാഗത്തോട്ട് മാറ്റണം. ഉദാഹരണമായി നമുക്ക് ലെഫ്റ്റിലോട്ട് ഈ സൈഡിലോട്ട് മാറ്റാം, അതുപോലെ ഈ സൈഡിലോട്ട് അലൈൻ ചെയ്യാം, താഴോട്ട് അലൈൻ ചെയ്യാം, മുകളിലോട്ട് അലൈൻ ചെയ്യാം. സോ നമ്മളൊരു മാപ്പ് നോക്കുന്നത് പോലെയാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യേണ്ടത്. സോ മുകളിലോട്ട് നോർത്താണ്, താഴോട്ട് സൗത്ത്, അതുപോലെ ലെഫ്റ്റിലോട്ട് വെസ്റ്റ്, റൈറ്റിലോട്ട് ഈസ്റ്റ്. സോ ഈ ഭാഗം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ആയിരിക്കും, NW ആയിരിക്കും. സോ ഇത് നമുക്കങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആങ്കർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആങ്കർ നമ്മൾ W കൊടുത്തു കഴിഞ്ഞാൽ റൺ ചെയ്യാം. സോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നതായിരിക്കും, ഓക്കെ, വെസ്റ്റ് സൈഡിൽ വരുന്നതായിരിക്കും. അതുപോലെ ഈസ്റ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്നതായിരിക്കും. അതുപോലെ നമുക്ക് സൗത്ത് കൊടുത്ത് നോക്കാം. സൗത്ത് കൊടുത്താൽ താഴെ വരുന്നതായിരിക്കും. അതുപോലെ നോർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ വരുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി എനിക്ക് ഈ ഒരു ഭാഗത്ത് വരണമെങ്കിൽ നമുക്ക് NW കൊടുത്താൽ മതി, നോർത്ത് വെസ്റ്റ് NW. സോ നമ്മളിവിടെ ഈ നോർത്ത് വെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ ഡിഫാൾട്ടായിട്ട് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സെൻറ്ററിലായിരിക്കും. സോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് സെൻറ്റർ ഭാഗത്ത് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ അടുത്തതായി പഠിക്കുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ നമ്മുടെ ലേബൽ ഡിസേബിൾ ചെയ്യുന്നതിന് കൊടുക്കാവുന്നതാണ്. സോ ഞാൻ ഇവിടെ ഡിസേബിൾ എന്ന് കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലേബൽ ഡിസേബിൾ ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കളറും മറ്റു കാര്യങ്ങളൊക്കെ ഒരു ഫെയ്ഡായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ ലേബൽ ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ലേബലിലോട്ട് ഒരു ഇമേജ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമുക്ക് ഡയറക്റ്റ് ഇമേജ് ആഡ് ചെയ്യാൻ സാധിക്കില്ല. സോ നമ്മൾ ഇമേജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ഫോട്ടോ ഇമേജ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഇമേജ് ആഡ് ചെയ്യുന്നു. സോ നമ്മളിവിടെ ഈ photo.png എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ഐക്കൺ ഇമേജാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഫോട്ടോ ഇമേജ് ഫയൽ ഈസ് ഈക്വൽ ടു നമ്മുടെ ഇമേജിൻ്റെ പാത്ത് കൊടുക്കുക, photo.png. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് നമ്മൾ img എന്ന് പറയുന്ന വേരിയബിൾ സെറ്റ് ചെയ്യുന്നു. ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമേജ് നമ്മുടെ ലേബലിൽ ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം. നമ്മുടെ ഇമേജിൻ്റെ സൈസിൽ നമ്മുടെ ഇമേജിൻ്റെ ഒറിജിനൽ സൈസിലായിരിക്കും നമുക്കിത് ലഭിക്കുന്നത്. അതുപോലെ നമ്മൾ അവസാനമായി പഠിക്കുന്നത് കർസർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ ഉദാഹരണമായി നമ്മൾ ഈ കർസർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പോയിൻ്ററാണ്. സോ നമുക്കിതുപോലെ നോർമലായിട്ടുള്ള മൗസ് പോയിൻ്ററാണ്. സോ നമ്മൾ ലേബലിന് മുകളിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് അതേ മൗസ് പോയിൻ്ററാണ് ലഭിക്കുന്നത്. സോ ഇത് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് കർസർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. കർസർ ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് സർക്കിൾ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സർക്കിൾ. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി മൗസ് ഇതിന് മുകളിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്കൊരു സർക്കിൾ രൂപത്തിലുള്ള ഒരു ഐക്കണാണ് ലഭിക്കുന്നത്. ഇനി അതുപോലെ നമുക്ക് പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്രോസ് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ ഒരു ക്രോസ് ആയിട്ടുള്ള പ്ലസ് സൈൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ക്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്ലോക്ക് ഇതുപോലെ ഒരു ക്ലോക്കിൻ്റെ ഒരു ചെറിയ ഐക്കണായിരിക്കും ലഭിക്കുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് കർസറിൻ്റെ സ്റ്റൈൽ ഇതുപോലെ മാറ്റാൻ സാധിക്കുന്നതാണ്. സോ ഇവയാണ് പ്രധാനപ്പെട്ട ഓപ്ഷൻസ്. ലേബലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫോർമാറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഓപ്ഷൻസാണ് നമ്മളിപ്പോൾ പഠിച്ചത്. സോ നെക്സ്റ്റ് നമുക്ക് എൻട്രി വിഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഞാനിത് തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു. സോ നമ്മളിവിടെ ഒരു എൻട്രി വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. E1 എൻട്രി. സോ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വിൻഡോ ഒബ്ജക്റ്റിലാണ്. സോ നമുക്ക് ഈ ഒബ്ജക്റ്റ് പാക്ക് ചെയ്യാം. E1.pack. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇതുപോലെ നമുക്ക് ലഭിക്കുന്നു. സോ ഇതിന് നമുക്ക് ഇനി ഇങ്ങനെ ഒരുപാട് സ്റ്റൈൽസുകൾ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി നമുക്കതിൻ്റെ ഫോണ്ട് സെറ്റ് ചെയ്യാം. സോ നമ്മൾ ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഫോണ്ട് നമ്മൾ ഏരിയൽ ഒരു 30 കൊടുക്കുന്നു. 30 റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ വലിയ ഒരു ടെക്സ്റ്റ് ബോക്സ് ലഭിക്കുന്നു. ഓക്കെ, നമ്മൾ കൊടുത്ത അതിനനുസരിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് സൈസിലുള്ള അതുപോലെ ഫോണ്ട് സ്റ്റൈലുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് ലഭിക്കുന്നു. സോ അതുപോലെ ഇനി അടുത്തതായി വരുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഫോർഗ്രൗണ്ടുമാണ്. സോ നമ്മളിവിടെ ബി ജി ഞാൻ പർപ്പിൾ കൊടുക്കുന്നു. പർപ്പിൾ. FG ഞാൻ വൈറ്റ് കൊടുക്കുന്നു. വൈറ്റ്. സോ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞ് നമുക്കിതുപോലെ ലഭിക്കുന്നു. പർപ്പിൾ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ വൈറ്റ് ഫോർഗ്രൗണ്ട് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ നമുക്ക് ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വിഡ്ത്താണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് കറണ്ട് ഫോണ്ട് സൈസിൻ്റെ ലെറ്ററിനനുസരിച്ചിട്ടുള്ള വിഡ്ത്തായിരിക്കും ലഭിക്കുക. സോ നമ്മൾ വിഡ്ത്ത് ഒരു 10 കൊടുത്തു കഴിഞ്ഞാൽ
10 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. സോ 10 ക്യാരക്ടേഴ്സിൻ്റെ ഒരു ലെങ്ത് ആയിരിക്കും നമുക്ക് ലഭിക്കുക. 1 2 3 4 5 6 7 8 9 0 10 ക്യാരക്ടേഴ്സിൻ്റെ ലഭിക്കും. അതുപോലെ നമ്മൾ 20 കൊടുത്തു കഴിഞ്ഞാൽ 20 ക്യാരക്ടേഴ്സിൻ്റെ വിഡ്ത്ത് നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഷോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഉദാഹരണമായി നമ്മൾ പാസ്വേഡ് എല്ലാം എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പാടില്ല. സോ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഷോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഷോ ഈക്വൽ ടു നമ്മൾ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിനി എൻ്റർ ചെയ്യുന്ന നമ്മളിനി എന്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടെക്സ്റ്റ് ബോക്സിൽ കാണുക നമുക്ക് സ്റ്റാർ എന്നായിരിക്കും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇനി എന്ത് ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ എന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്തരത്തിൽ നമുക്ക് പാസ്വേഡ് എല്ലാം ഹൈഡ് ചെയ്യുന്നതിന് നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. അതുപോലെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസേബിൾഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സ്റ്റേറ്റ് ആണ്, അതിൻ്റെ വാല്യൂ ഡിസേബിൾഡ് ആണ്. സോ ഇത് നമ്മൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് ഡിസേബിൾഡ് ആയിരിക്കും. സോ നമുക്കതിൽ ക്ലിക്ക് ചെയ്യാനോ ഒന്നും ചെയ്യാനോ സാധിക്കില്ല. സോ തൽക്കാലം ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഈ ഷോ എന്ന് പറയുന്ന ഓപ്ഷനും ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു. സോ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിഫൈ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ജസ്റ്റിഫൈ നമുക്ക് അലൈൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. സോ ജസ്റ്റിഫൈക്കുള്ള ഞാൻ റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് കൊടുക്കുന്നു. ഉദാഹരണമായി നമ്മൾ നമ്പറൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്നാണ് വരേണ്ടത്. സോ നമുക്ക് ഇതുപോലെ 1 2 3 4 5 നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ നമ്പേഴ്സാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്കിതുപോലെ റൈറ്റിൽ നിന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ലെഫ്റ്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് നോർമലായി ലെഫ്റ്റിൽ നിന്നായിരിക്കും, ഡീഫാൾട്ടായിട്ട് നമുക്ക് ലെഫ്റ്റിൽ നിന്നായിരിക്കും. ലെഫ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. കൊടുത്തില്ലെങ്കിലും നമുക്ക് ലെഫ്റ്റിൽ നിന്നായിരിക്കും ലഭിക്കുക. അതുപോലെ നമുക്ക് സെൻറ്ററിൽ നിന്ന് വേണമെങ്കിൽ നമുക്കിവിടെ സെൻറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി. സെൻറ്റർ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ജസ്റ്റിഫൈ ഉപയോഗിച്ച് നമ്മുടെ ടെക്സ്റ്റിൻ്റെ അലൈൻ ഏത് ഭാഗത്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അതുപോലെ അവസാനമായി നമ്മൾ നേരത്തെ പഠിച്ച പോലെ കഴ്സർ ഓപ്ഷനാണ്. കഴ്സർ ഏത് രീതിയിലുള്ളത് വേണം. ഉദാഹരണമായി ഞാൻ കഴ്സർ പ്ലസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റൺ ചെയ്ത് ഇതിന് മുകളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലസ് സൈനിലുള്ള കഴ്സറായിരിക്കും ലഭിക്കുക. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്ലസ് സൈനിലുള്ള കഴ്സറായിരിക്കും ലഭിക്കുക. അതുപോലെ നമുക്ക് സർക്കിൾ കൊടുക്കുകയാണെങ്കിൽ, ഉദാഹരണമായി സർക്കിൾ കൊടുക്കുകയാണെങ്കിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സർക്കിൾ രൂപത്തിലുള്ള കഴ്സേഴ്സ് ലഭിക്കുന്നതായിരിക്കും. സോ ഇവയാണ് പ്രധാനപ്പെട്ട എൻട്രി വിഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻ. സോ നെക്സ്റ്റ് നമുക്ക് ബട്ടൺ ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് പഠിക്കാം. സോ ഞാനിത് തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു. സോ ഞാനിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു, B1. സോ ബട്ടൺ ഒബ്ജക്റ്റ് നമ്മൾ വിൻഡോ കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ ടെക്സ്റ്റ് ക്ലിക്ക് മീ എന്ന് കൊടുക്കുന്നു, ക്ലിക്ക് മീ. അതിനുശേഷം നമുക്ക് ബട്ടൺ പാക്ക് ചെയ്യാം, P1.pack. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ബട്ടൺ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ബട്ടണ് നമുക്ക് സ്റ്റൈലുകൾ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആദ്യമായി അതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. സോ ഞാനിവിടെ ഫോണ്ട്, നമുക്ക് ഏരിയൽ ഫോണ്ട് കൊടുക്കാം. അതിൻ്റെ ഫോണ്ട് സൈസ് നമുക്കൊരു 25 കൊടുക്കാം. ഒക്കെ നമുക്ക് അണ്ടർലൈനും കൊടുക്കാം, അണ്ടർലൈൻ. ഓക്കെ, സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ക്ലിക്ക് മീ എന്ന് ലഭിക്കുന്നു. ഓക്കെ, സോ ഇനി ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് BG. നമുക്കൊരു ഓറഞ്ച് കൊടുക്കാം, ഓറഞ്ച്. ഫോണ്ട് കളർ അതായത് FG, ഫോർഗ്രൗണ്ട് കളർ. നമുക്ക് വൈറ്റ് കൊടുക്കാം, വൈറ്റ്. സോ റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിതുപോലെ ക്ലിക്ക് മീ എന്നതുപോലെ ലഭിക്കുന്നു. നമുക്ക് ഫോർഗ്രൗണ്ട് കളർ നമുക്ക് ബ്ലൂ കൊടുക്കാം. സോ കുറച്ചുകൂടി കാണാൻ സാധിക്കുന്നതായിരിക്കും. ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നു. അതുപോലെ നമുക്ക് വിഡ്ത്ത് സെറ്റ് ചെയ്യാം. സോ വിഡ്ത്ത് നമ്മളൊരു 20 ക്യാരക്ടർ കൊടുക്കുന്നു. 20 ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ചിട്ടുള്ള ഒരു വിഡ്ത്ത് നമുക്ക് ലഭിക്കുന്നു. അതുപോലെ നമുക്ക് ആക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റെഡ് കൊടുക്കുന്നു. സോ നമ്മൾ ആക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ ബട്ടൺ ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത് ഏത് കളർ ലഭിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലഭിക്കും. സോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം നമുക്ക് റെഡ് കളറായി മാറുന്നു. സോ അതിനു മുമ്പ് അതൊരു ഡീഫാൾട്ട് കളറായിരുന്നു. സോ നമുക്കിത് കമൻറ്റ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ്, ഒരു ഗ്രേ കളറായിട്ടുള്ളൊരു സംഭവമായിരുന്നു, ഡീഫാൾട്ടായിട്ടുള്ളൊരു കളറായിരുന്നു. നമ്മൾ ആക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു കളർ നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ നമ്മൾ റെഡ് കൊടുത്തപ്പോൾ റെഡ് ലഭിക്കുന്നു. സോ അതുപോലെ ആക്റ്റീവ് ഫോർഗ്രൗണ്ടും ഉണ്ട്. സോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവ് ഫോർഗ്രൗണ്ട്, ഞാൻ വൈറ്റ് കൊടുക്കുന്നു, വൈറ്റ്. സോ
സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റെഡ് ലഭിക്കുന്നു, ഫോർഗ്രൗണ്ട് വൈറ്റ് ലഭിക്കുന്നു. ഈ ഒരു രീതിയിൽ നമുക്കിത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ആക്റ്റീവ് ഫോർഗ്രൗണ്ട്. അതുപോലെ നമുക്ക് ഹൈറ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ ഹൈറ്റ് നമുക്ക് ഒരു 5 ലൈൻസ് കൊടുക്കാം. സോ നമുക്കിതുപോലെ ലഭിക്കുന്നു. ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആങ്കർ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പഠിച്ച ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഏത് ഭാഗത്ത് നമ്മുടെ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യണം. സോ ആങ്കർ ഞാനിവിടെ ഒരു W കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ S ആണെങ്കിൽ നമുക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. E കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ലഭിക്കുന്നതായിരിക്കും. N കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഈ ഒരു കോർണർ ലഭിക്കണമെങ്കിൽ നോർത്ത് ഈസ്റ്റ് NE കൊടുത്താൽ മതി. സോ നമുക്കത് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ അവിടെ വന്നതിന് ശേഷം NE എന്ന് കൊടുക്കുക. സോ നമുക്ക് ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഈ ഒരു കോർണർ ലഭിക്കുന്നതായിരിക്കും. സോ വളരെ ഈസിയാണ്. മുകളിൽ നമ്മളൊരു മാപ്പിൽ നോക്കുന്നത് പോലെ മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, അതുപോലെ റൈറ്റ് സൈഡിൽ ഈസ്റ്റ്. സോ അതിനനുസരിച്ച് നമുക്ക് ഓരോ കോർണറും ഡിസൈഡ് ചെയ്യാം. നോർത്ത് ഈസ്റ്റ്, നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അത് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഡീഫോൾട്ടായിട്ട് സെൻറ്ററിലായിരിക്കും. സോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്ററിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ തൽക്കാലം ഹൈറ്റും ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പഠിച്ചത് പാഡ് എക്സ് അതുപോലെ പാഡ് വൈ ആണ്. പാഡ് എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എക്സ് ആക്സസിലുള്ള പാഡിംഗ് ആണ്. സോ നമ്മളിവിടെ 30 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ. സോ നമ്മളിവിടെ ഇത് വരാൻ കാരണം നമ്മളിവിടെ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ വിഡ്ത്ത് നമുക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ പാഡിംഗ് 30 കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളൊരു 50 കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു പാഡിംഗ് നമുക്ക് ലഭിക്കും. ലെഫ്റ്റ് സൈഡിൽ, അതായത് നമ്മുടെ ടെക്സ്റ്റിൽ നിന്നും ബോർഡറിൽ നിന്നും എത്ര ദൂരത്തിൽ സ്ഥിതി ചെയ്യണം. സോ നമ്മൾ രണ്ട് സൈഡിലും കൊടുത്തു കഴിഞ്ഞാൽ 50 പിക്സൽ ദൂരത്തിലുള്ളൊരു സ്പേസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ പാഡിംഗ് വൈ കൊടുക്കുകയാണെങ്കിൽ പാഡ് വൈ ഈക്വൽ ടു ഒരു 100 കൊടുക്കാം. നമുക്ക് 100 പിക്സൽ ദൂരം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ മുകളിൽ നിന്നും താഴെ നിന്നും നമുക്ക് 100 പിക്സൽ ദൂരം ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച കർസർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ നമുക്ക് ഏത് രീതിയിലുള്ള കർസർ വേണം. സോ കർസർ ഇവിടെ ഞാൻ പ്ലസ് എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ നമ്മുടെ മൗസ് കൊണ്ടുവരുമ്പോൾ ഇതുപോലെ നമുക്ക് പ്ലസ് എന്ന് പറയുന്ന സൈൻ ലഭിക്കുന്നു. അതുപോലെ നമുക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. മറ്റു വിഡ്ജറ്റിൽ ഡിസേബിൾഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബട്ടനെ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണാം, നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാനോ ഒന്നിനും നമുക്ക് സാധിക്കില്ല. നമ്മുടെ ബട്ടൺ ഡിസേബിളായി മാറി. പിന്നെ അതുപോലെ നമുക്ക് അവസാനമായി നമുക്കൊരു ഇമേജ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഈക്വൽ ടു നമ്മൾ ഇമേജ് ഓൾറെഡി ഇവിടെ ആഡ് ചെയ്ത് വെച്ചിരുന്നു. ഫോട്ടോ ഇമേജ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് ഇമേജ് ആഡ് ചെയ്തിരുന്നു. സോ ആ വേരിയബിൾ നെയിം മാത്രം നമ്മളിവിടെ കൊടുത്താൽ മതി, IMG. ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് നമ്മുടെ ബട്ടണിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിതുപോലെ ക്ലിക്ക് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഇമേജ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് പ്രധാനപ്പെട്ട ബട്ടണുമായി ബന്ധപ്പെട്ട സ്റ്റൈൽ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ്.